ക്യാമ്പസിലേക്ക് സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ്. 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൽ 5 യൂണിറ്റാണ് ആകെയുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ ബീർ ബഹുട്ടി എന്ന് പറയുന്ന ഒരു കഥയും ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണി, ടൂട്ടാ പഹിയ എന്ന കവിതയുമാണ്. ഇതിൽ ഒന്നാമത്തത് ബീർ ബഹുട്ടി എന്ന കഹാനിയാണ്. ഈ കഹാനി എഴുതിയത് ഹിന്ദിയിലെ പ്രശസ്തനായ എഴുത്തുകാരൻ പ്രഭാത് എന്ന എഴുത്തുകാരനാണ്. എല്ലാവർക്കും ഹിന്ദി പാഠപുസ്തകത്തിലെ ബീർ ബഹുട്ടി എന്ന പാഠഭാഗം എടുക്കുക. പേജ് നമ്പർ 8. ഈ പാഠഭാഗത്ത് രണ്ട് സ്കൂൾ കുട്ടികളുടെ സൗഹൃദത്തിന്റെ കഥയാണ് പ്രഭാത് എന്ന എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. പേജ് നമ്പർ 8. കഹാനി ബീർ ബഹുട്ടി. ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ബാദൽ ബഹുത്ത് ബർസ് ലിയേ ഥേ. ബാദൽ കാർമേഘമാണ്, ഇവിടെ മഴ എന്ന് പറയും. മഴ വളരെയധികം പെയ്തിട്ടുണ്ടായിരുന്നു. ബാദൽ ബഹുത്ത് ബർസ് ലിയേ ഥേ. ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉൻമേം ബച്ചാ ഹുവാ ഥാ. ഫിർ ഭി എന്നിട്ട് കൂടി ബഹുത്ത് സാരാ പാനി വളരെയധികം വെള്ളം ഉന്മയും ബച്ചാ ഹുവാ ഥാ അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് മഴ പെയ്തിട്ടുണ്ട്, ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വേ ഗേത്തോമേ അത് വയലുകളിലും, ജംഗലോം കെ ഊപ്പർ കാടിന്റെ മുകളിലും, ഛായാ ഹുയേ ഥേ പരന്നിട്ട് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴമേഘങ്ങള് വയലുകളിലും അതുപോലെ തന്നെ കാടിന്റെ മുകളിലും എന്താണ് വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. സാരാ ആകാശ് മേഘോം സേ ബരാ ഥാ. സാരാ ആകാശ് ആകാശം മുഴുവൻ മേഘങ്ങൾ കൊണ്ട് ഭരാത നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘോം കി ഛായാവോം മേ ഗീലി ഹവായേം ഇതർ ഉദർ ഘൂം രഹി ഥി. മേഘോം കി ഛായയും അതായത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെ ഗീലി ഹവായേം തണുത്ത കാറ്റ്, ഇതർ ഉദർ അവിടെയും ഇവിടെയും, ഘൂം രഹാദ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പേടോം കെ തനെ ബി തനെ അബി ബി ഗീലേ ഥേ. പേടോം കെ തനെ, പേട് മരം, മരത്തിന്റെ തനെ എന്ന് പറഞ്ഞാൽ തടിമരമാണ്. ഈ തടിമരത്തിലും അബീബി അപ്പോൾ കൂടി, ഗീലേ ഥേ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീലേ എന്ന് പറഞ്ഞാൽ നനയുക, നനഞ്ഞിട്ടുണ്ടായിരുന്നു. മൂങ് ഫലിയോം കെ ഹരേ ഗേത്തോ മേ പീലേ ഫൂല് അബീബി ഗീലേ ഥേ. മൂങ് ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല. നിലക്കടലയുടെ ഹരേ ഗേത്തോ മേ പച്ച നിറഞ്ഞ വയലുകളിൽ, പീലേ ഫൂല് പീലേ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൂവുകളും, അബീബി അപ്പോൾ കൂടി ഗീലേ ഥേ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിലക്കടലയുടെ പച്ച നിറഞ്ഞ വയലുകളിൽ അവിടെ മഞ്ഞപ്പൂവുകളും എന്താണ് ആ സമയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ചോട്ടെ ഗേത്തോമേ ചോട്ടാ ചോട്ടാ ബാജര ഉഗാദ. ഗേത്തോമേ വയലുകളിൽ ചെറിയ ചെറിയ ബാജര ഉഗാദ, വയലുകളിൽ ചെറിയ ചെറിയ ബാജര ഉഗാദ. ചെറിയ ചെറിയ ബാജര എന്ന് പറഞ്ഞാല് ചോളമാണ്. ചോളം ഇങ്ങനെ ഉഗാദ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ബാജരയ്ക്ക് ലംബേ പതലേ പാത്തോമേ പാനിക്ക് ബൂന്തയും അടക്കി ഹുയീതി. ബാജരയ്ക്ക് ലംബേ ഈ ചോളത്തിന്റെ ലംബേ നീളമുള്ള, പതലേ മെലിഞ്ഞ, പാത്തോമേ ഇലകളിൽ, പാനിക്ക് ബൂന്തയും വെള്ളത്തിന്റെ തുള്ളികൾ, അടക്കി ഹുയീതി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ മഴയുടെ കാറ്റിൽ, ഗീലേ ഗേത്തവും നനഞ്ഞ വയലുകളും, ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് മഴയുടെ പച്ചപ്പിന്റെ മണം, ഗുലി ഹുയീതി അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കഥാകാരൻ പറയുകയാണ്, ഒരുപാട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കുറച്ച് മഴ പെയ്യാൻ ബാക്കിയുണ്ട്. അത് വയലുകളിലും അതുപോലെ കാടിന്റെ മുകളിലും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആകാശം മുഴുവൻ എന്താണ് മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പരന്നിരിക്കുന്ന വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും എന്ത് ചെയ്യാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മരത്തിന്റെ തടിമരത്തിലും എന്താണ് അപ്പോൾ നനവുണ്ടായിരുന്നു. നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ മഞ്ഞപ്പൂവുകളിലും അപ്പോൾ നനവുണ്ടായിരുന്നു. വയലിലെ
ചെറിയ ചെറിയ ചോളം പൊടിച്ചിട്ടുണ്ടായിരുന്നു. ചോളത്തിന്റെ നീണ്ട് മെലിഞ്ഞ ഇലകളിൽ വെള്ളത്തിന്റെ തുള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മഴയുടെ കാറ്റിൽ തണുത്ത വയലും മഴയുടെ പച്ചപ്പിന്റെ ഗന്ധവും അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കഥാകാരൻ ഈ കഥയുടെ പശ്ചാത്തല ഭാഗമാണ് വർണ്ണിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉൻഹേം ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താദ. ഉൻഹേം അവർക്ക് ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താദ, ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. അവര് സ്കൂൾ के लिए സ്കൂളിലേക്ക് വേണ്ടി घर से വീട്ടിൽ നിന്ന് कुछ समय അല്പസമയം പഹലെ മുമ്പ് നിക്കൽ ആത്തേ थे പുറപ്പെട്ടു വരുമായിരുന്നു. കസ്ബേ സെ, കസ്ബേ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം, ചോട്ടാ ഷഹർ എന്ന് പറയും. ചെറിയ പട്ടണത്തിനോട് സദേ ചേർന്ന് കിടക്കുന്ന ഗേത്തോമേ വയലുകളിൽ ബീർ ബഹൂട്ടിയാം ഗോജ കർത്തേതേ, ബീർ ബഹൂട്ടിയെ ഗോജന അന്വേഷിക്കുക. അപ്പോൾ ചെറിയ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുമായിരുന്നു. സുർഗ് മുലായം ഗദപതി ബീർ ബഹൂട്ടിയാം. അപ്പോ ബീർ ബഹൂട്ടി എങ്ങനെയാണ്? സുർഗ് ചുവന്ന, മുലായം മാർദ്ദവമുള്ള, ഗദപതി മിനുസമുള്ള ബീർ ബഹൂട്ടിയാം ബീർ ബഹൂട്ടികളാണ്. അപ്പോ ബീർ ബഹൂട്ടി എങ്ങനെയാണ്? ഇവിടെ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഒരു പ്രാണിയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടുവരുന്ന പ്രാണിയാണ്, മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രാണിയാണ് ബീർ ബഹൂട്ടി. ഇന്ദ്രഗോപം എന്ന് മലയാളത്തിൽ പറയും. അപ്പോ ആ ബീർ ബഹൂട്ടിയാണ് സുർഗ്, മുലായം, ഗദപതി ബീർ ബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്ദേയും. ധർത്തി ഭൂമി, നിലത്ത്, നിലത്തുകൂടെ ചൽത്തി ഫിർത്തി ഓടി നടക്കുന്ന, ഗൂനിക്ക് ഗൂൻ രക്തം, രക്തത്തിന്റെ പ്യാരി പ്യാരി ബൂന്ദേയും, രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികളാണ്. അതായത് രക്തത്തുള്ളികളെ പോലെ ഉള്ള നിറമുള്ള ബീർ ബഹൂട്ടികളാണ്. പിന്നെയോ ഉൻകെ ഉൻകെ ബസ്തേ, അവരുടെ ഉൻകെ ബസ്തേ അവരുടെ ബാഗ്, ഉൻകെ പീഡ് പറ അവരുടെ പുറത്ത് ലതേ ഹോത്തനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ സ്കൂൾ കുട്ടികളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് അവരുടെ പുറം ഭാഗത്ത് എന്താണ് തൂക്കിയിട്ടിട്ടുണ്ട്. കന്തോം പറ ടങ്കേ ഹോത്തേതേ, തോളിലും അതായത് ചുമലിലും എന്താണ് അവരൊരു ബാഗ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വേ ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസദീക്ക്, അവര് ഏക്ക് ദൂസരെ പരസ്പരം, ബഹുത്ത് നസദീക്ക് വളരെ അടുത്തായി, രഹുക്കർ വളരെ അടുത്തായി ചേർന്നുകൊണ്ട്, ബൽക്കി കഹന ചാഹിയെ നേരെ മറിച്ച് ഇങ്ങനെ പറയണം. എന്താണ്? ബിൽക്കുൽ സടുക്കർ തികച്ചും ഒട്ടിച്ചേർന്നുകൊണ്ട്, സടുക്കർ ഒട്ടിച്ചേർന്നുകൊണ്ട് ബീർ ബഹൂട്ടിയാം ഗോച്ചത്തേത്, ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയായിരുന്നു. ഉൻഹേം ദേഖ്നെ കെ ലിയെ അവർ കാണാൻ വേണ്ടി, വേ ബാരിഷ് കി ഗന്ധ് ബരി അവര് മഴയുടെ ഗന്ധ് മണം നിറഞ്ഞ, ബൂരി ജമീൻ പർ തവിട്ട്, ബൂരി എന്ന തവിട്ട്, തവിട്ട് നിറമുള്ള ജമീൻ പർ നിലത്ത് ബൈറ്റ് ജായ കർത്തേതെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ പറയുകയാണ്, ഈ കുട്ടികൾക്ക് ബീർ ബഹൂട്ടിയെ കാണാൻ വേണ്ടി അല്പസമയം നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ചെറിയ പട്ടണത്തോട് ചേർന്നിരിക്കുന്ന വയലുകളിൽ അവരെന്ത് ചെയ്യുന്നു? ബീർ ബഹൂട്ടി അന്വേഷിക്കുന്നു. ബീർ ബഹൂട്ടി എങ്ങനെയുള്ള ബീർ ബഹൂട്ടിയാണ്? ചുവന്ന് മാർദ്ദവമുള്ള മിനുസമുള്ള ബീർ ബഹൂട്ടിയാണ്. നിലത്തൂടെ ഓടി നടക്കുന്ന രക്തത്തുള്ളികളെ പോലെയുള്ള ബീർ ബഹൂട്ടിയാണ്. ഈ രണ്ട് കുട്ടികളും വളരെ അടുത്തായി ചേർന്നുകൊണ്ട് നിലത്ത് പോയിരുന്നിട്ട് ബീർ ബഹൂട്ടിയെ കാണുന്നു. നോക്കാം. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. അപ്പൊ സാഹിൽ പറഞ്ഞു, ബേലെ നോക്ക്, ഈസ് ബീർ ബഹൂട്ടി കാ രംഗ്, ഈ ബീർ ബഹൂട്ടിയുടെ നിറം, തുമാരെ റിബൺ കെ ജൈസെ നിന്റെ റിബൺ പോലെ ലാൽ ഹെ ചുവന്നതാണ്. ആരാ പറഞ്ഞത്? സാഹിൽ പറഞ്ഞു. ആരോട് പറഞ്ഞു? ബേലയോട് പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, എന്നിട്ട് വീണ്ടും ചോദിച്ചു, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഹാം സുന, കേട്ടു. പഹലി ഗണ്ടിയിൽ ഗയേ, ആദ്യത്തെ ബെല്ല്, ഫസ്റ്റ് ബെല്ല് അടിച്ചു എന്ന് ബേല പറഞ്ഞു. ലേക്കിൻ മുझे पानी में स्याही भी बरवानी है दुकान से, എന്നാൽ മുझे എനിക്ക് പൈൻ മേ പേനയിലെ സ്യാഹി മഷി
ബർവാനിയെ നിറയ്ക്കണം. എവിടെ നിന്ന്? ദുക്കാൻസെ, കടയിൽ നിന്ന്. ഇവിടുന്ന് അങ്ങോട്ട് അടുത്തൊരു ഭാഗത്തേക്കാണ് പറയുന്നത്. നോക്കാം, പേജ് നമ്പർ 9. 1981 का साल, 1981. 81 എന്ന് പറഞ്ഞാൽ 81 ആണ്. 1981 का साल, 1981. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. നോക്കാം, 1981 രാജസ്ഥാനിലെ ജയ്പൂർ കെ നസദീക്ക്, ജയ്പൂരിന് അടുത്തുള്ള സവാരി ഗാഡിയും, സവാരി ഗാഡിയും എന്ന് പറഞ്ഞാൽ യാത്രാ വണ്ടികളും, അവർ മാൽഗാഡിയും സേ, മാൽഗാഡി എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് വണ്ടികളും കൊണ്ട് സദാ എല്ലായ്പ്പോഴും ബര നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും യാത്രാവണ്ടികളും ചരക്ക് വണ്ടികളും നിറഞ്ഞിരിക്കുന്ന ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. കസ്ബെ ചോട്ടാ ഷഹർ, ചെറിയ പട്ടണത്തിലെ ലഗ്ഭഗ് ഏകദേശം സൂനിതങ്ക് ഗലിയാം, സൂനിതങ്ക് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ, ഗലിയാം തെരുവുകൾ. ആ കസ്ബയിലെ ഏകദേശം എന്താണ്? ഇടുങ്ങിയ തെരുവുകളാണ്. ഗലിയോമേ, ഈ തെരുവിൽ, ഗാമോഷ് നിശബ്ദമായി, ഗാമോഷുകളുടെ നിശബ്ദമായി നിൽക്കുന്ന ബിജലി കെ ഗംബെ, ബിജലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഇലക്ട്രിക്കിന്റെ ഗംബെ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഈ തെരുവിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളുമുണ്ട്. ഗംബെ കെ ബീച്ച്, ഈ തൂണിന് അല്ലെങ്കിൽ ഈ പോസ്റ്റിന് ഇടയിലൂടെ ഗീഞ്ചി വലിച്ചിരിക്കുന്ന താരോങ്കി കതാരെ, താർ എന്ന് പറഞ്ഞാൽ കമ്പിയാണ്, ഇതിനിടയിലൂടെ വലിച്ചിരിക്കുന്ന കമ്പികളുടെ കതാരെ നിരകൾ നമുക്ക് കാണാം. അതായത് ഈ തെരുവിനെ വർണ്ണിക്കുകയാണ് കഥാകാരൻ. നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടയിലൂടെ വലിച്ചിരിക്കുന്ന നീണ്ട കമ്പികളുടെ നിരയും കാണാം. ഇൻ ഗലിയുമേ, ഈ തെരുവുകളിൽ, ജഹാം തഹാം, അവിടെയും ഇവിടെയുമായി, ദിഖായി പടുത്ത് കാണുന്ന, മീട്ടി ഗണ്ടിയാം, മധുരമുള്ള മണിമുഴക്കുന്ന, ബച്ചാത്തെ എന്ന മുഴക്കുന്ന, മധുരകരമായ മണിമുഴക്കുന്ന, ഫേരിവാലെ എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടി കച്ചവടം നടത്തുന്ന ആളുകളാണ് ഫേരിവാലെ. ഈ തെരുവിൽ അവിടെയും ഇവിടെയായിട്ട് മധുരകരമായ മണിമുഴക്കുന്ന ഉന്തുവണ്ടി കച്ചവടക്കാരെയും കാണാം. ഏക്ക് അന്തേരീസി ഗലീമേ, ഒരു അന്തേരീസി എന്നാൽ ഒരു ഇരുണ്ട തെരുവില്, പകുതിയായിട്ട് ഇരുണ്ട തെരുവില്, ചഹ് സാത്ത് 6-7 ഗദോംകി ഗുരോംകി ടാപ്പോംകി ആവാസി, ഗദോ എന്ന് പറഞ്ഞ കഴുതകളാണ്. 6-7 കഴുതകളുടെ ഗുരോംകി ടാപ്പും എന്ന് പറഞ്ഞാൽ കുളമ്പടിയുടെ ആവാസൈ, ശബ്ദവും കേൾക്കാം. ഈ തെരുവില്, ഈ പകുതി ഇരുണ്ടിരിക്കുന്ന ഈ തെരുവില് 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദവും കേൾക്കാം. ഉൻകെ പീച്ചെ, അതിന് പുറകിലായിട്ട് ചൽത്ത നടക്കുന്ന ഏക ബദൻ ഉഗാഡ് കുംഹാർ, ഒരു ബദനുഗാഡ് എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നനായ, കുംഹാർ കുശവൻ. ആ കഴുതകൾക്ക് പുറകിലായിട്ട് നടക്കുന്ന അർദ്ധനഗ്നനായ ഒരു കുംഹാറിനെയും കുശവനെയും കാണാം. ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യത്തിന്റെ ഇടയിലൂടെ ഗുജർത്തേ ഹുയെ, കടന്നു പോകുന്ന, ഈ ദൃശ്യത്തിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന ദോ സ്കൂളി ബച്ചേ, 2 സ്കൂൾ കുട്ടികൾ, ബേല ഔർ സാഹിൽ, ആ കുട്ടിയുടെ പേരാണ് ബേലയും സാഹിലും. ഉൻ ദിനോമേ, ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ, ആ കാലത്ത്, പെൻമേ പേനയിലെ 5 പൈസമേ 5 പൈസക്ക്, നീലി സ്യാഹി ബെരി ജാത്തീതി, നീല മഷി, സ്യാഹി മഷി ബെരീതി നിറയ്ക്കാമായിരുന്നു. സ്റ്റേഷനറി की दुकान वाले ट्रैपर से पैन में स्याही भरते थे, സ്റ്റേഷനറി കടക്കാരൻ ട്രാപ്പർ സെ, ഈ മഷി നിറയ്ക്കുന്ന ട്രാപ്പ് കൊണ്ട്, പാൻമേ പേനയില് സ്യാഹി ഭർത്തേ, പേനയിൽ മഷി നിറയ്ക്കുകയായിരുന്നു. പൈനമേ കുച്ച് സ്യാഹി ബെജീതി, പേനയിൽ അല്പം മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസി സാഹിലിനെ ജമീൻ पर छिड़क दिया, അത് സാഹില്
ജമീൻ पर छिड़क दिया ജമീൻ എന്ന നിലത്ത് ചിടക്ക് ദിയ ചിടക്കിന തൂവിക്കളഞ്ഞു നൈ സ്യാഹി ബർവാനെ കെ ലിയെ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി ദോനോം ദുകാൻ पर പഹുഞ്ചെ രണ്ടുപേരും കടയിൽ എത്തിച്ചേർന്നു ഏക് പൈൻ സ്യാഹി ബർദോ ഒരു പേന മഷി നിറച്ചു തരൂ സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുകാൻദാർ സെ കഹ സാഹിൽ പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു ബേട്ട സ്യാഹി की बोतल अभी अभी गाली हो गई है മക്കളെ സ്യാഹി की बोतल മഷിയുടെ കുപ്പി ബോത്തൽ കുപ്പി അഭി ബി ഇപ്പോൾ ഗാലി ഹോ ഗയി ഹെ കാലിയായതാണ് അബ് തോ അപ്പോൾ കൽ ഹി മിൽ പായേഗി നാളെ അത് കിട്ടും ആര് പറഞ്ഞു കടക്കാരൻ പറഞ്ഞു ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर चिड़क दिया ബേല ബോലി ബേല പറഞ്ഞു എന്നാൽ इसने ഇതില് പേനയില് സ്യാഹീദി ബെച്ചി പേനയില് മഷി ബാക്കിയുണ്ടായിരുന്നു ഉസേബി അവൻ ജമീൻ पर ചിടക്ക് ദിയ സാഹില് നിലത്തേക്ക് കുടഞ്ഞതാണ് എന്ന് ബേല കടക്കാരനോട് പറഞ്ഞു बादल को देखकर गड़े को नहीम तुलाना चाहिए बादल മേഘം കണ്ടിട്ട് ഗഡേക്കോ ഗഡ എന്നാൽ പാത്രം കുടം എന്ത് ചെയ്യാൻ പാടില്ല കുടത്തിലെ വെള്ളം ഡുലാന നഹീം മറച്ചു വെക്കാൻ പാടില്ല ആര് പറഞ്ഞു കടക്കാരൻ പറഞ്ഞു ദുകാൻ വാലെ ബയ്യാനെ കഹ ഈ കടക്കാരൻ പറഞ്ഞു ഔർ പൂച്ച എന്നിട്ട് ചോദിച്ചു കോൺസീമേ പഠിത്തേഹോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो അപ്പൊ 5ാം ക്ലാസ്സിൽ ആര് പറഞ്ഞു സാഹില് ബുരേ മനസ്സ് ഒരു മോശമായ മനസ്സോടുകൂടി പറയുകയാണ് അവൻ ചിന്തിക്കുകയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാണ് അവൻ പറഞ്ഞു സാഹില് പറഞ്ഞു 5ാം ക്ലാസ്സിൽ എന്ന് വീണ്ടും കടക്കാരൻ ചോദിച്ചു ദോനും രണ്ടുപേരും ദുക്കാൻ വാലേനെ ബയ്യാനെ കഹ കടക്കാരൻ വീണ്ടും ചോദിച്ചു രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ ഹാം ദോനും അതെ രണ്ടുപേരും और हम दोनों का सेक्शन भी एक ही है ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ ഡിവിഷന് എന്താണ് എ ആണ് ഒന്നാണ് എ ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത് ആരാ പറഞ്ഞത് ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ സന്തോഷത്തോടുകൂടി ബതായ പറഞ്ഞു ജൈസെ യേ കോയി ബഡി ബാത് ഹേ ഇതൊരു വലിയ കാര്യമാണെന്ന് ധരിച്ചുകൊണ്ട് ബേല കടക്കാരനോട് പറഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് ഒരേ ഡിവിഷനിലെ എ ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന് ബേല പറഞ്ഞു ഇനി അവര് രണ്ടാളും ക്ലാസ്സിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം क्लास में दोनों पास बैठते थे ക്ലാസ്സിൽ രണ്ടാളും പാസ് അടുത്തടുത്തിരിക്കുന്നു കാമ്പി മേ കാം കർത്തേ തോ കാമ്പി നോട്ട്ബുക്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദോനോം കാമ്പി മേ കാം കർത്തേ थे രണ്ടാളും ഒരുമിച്ചാണ് ചെയ്യുന്നത് കിതാബ് പഠിത്തേ തോ പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനോം കിതാബ് പഠിത്തേ രണ്ടാളും പുസ്തകം വായിക്കുന്നു ബൽക്കി നേരെ മറിച്ച് പാഠ് ബി ഏക് ഹി പഠിത്തേ രണ്ടാളും പാഠം വായിക്കുന്നത് എന്താണ് ഒരുമിച്ചാണ് സാഹിൽ ചമക്ക് ഉടീസൻ സതാവന്മേ തൽവാർ പുരാനീതി സാഹിൽ വായിക്കുകയാണ് ചമക്ക് ഉടി സൻ സതാവന്മേ തൽവാർ പുരാനീതി അവൻ വായിക്കുന്ന വാക്കാണത് അങ്ങനെ വായിക്കുമ്പോൾ ബേലയും വായിക്കുന്നു ചമക്ക് ഉടി സൻ സതാവന്മേ തൽവാർ പുരാനീതി ബേല പറഞ്ഞു ബഹൻജി പാനി പീനെ ചലി ജാവോ ബേല ബഹൻജി ടീച്ചറോട് പറയാണ് വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന് സാഹിൽ ബി കഹത്ത അപ്പൊ സാഹിലും പറഞ്ഞു ബഹൻജി പാനി പീനെ ചലാ ജാവോ വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന് ഈ രണ്ട് കുട്ടികളും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒരുമിച്ചാണ് പഠിക്കുന്നത് ഒരുമിച്ചാണ് വായിക്കുന്നത് ഒരുമിച്ചാണ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് गणित के माट साहब सुरेंद्र जी का पीरियड गेल गंडी के बाद आता था കണക്ക് മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പേരാണ് സുരേന്ദർജി അദ്ദേഹത്തിന്റെ പീരീഡ് പീട്ടി പീരീഡ് ഗേൽഗണ്ടി കെ ബാദ് പീട്ടി പീരീഡിന് ശേഷമായിരുന്നു കണക്കിന്റെ പീരീഡ് ബെച്ചെ ഊൻസെ കാമ്പത്തേതേ കുട്ടികൾ അദ്ദേഹത്തെ കാമ്പത്തേതേ പേടിയായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും
കണക്കിന്റെ അധ്യാപകനെ പേടിയായിരുന്നു. അവർ ഗേൽ ഗണ്ടി കെ ബാദ് ബന്ദ് ഹോനെ സേ 2 മിനിറ്റ് പഹലെ ഹി PT പീരീഡ് കഴിയുന്നതിന്റെ 2 മിനിറ്റ് ബന്ദ് ഹോനെ സേ പഹലെ 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പനെ ജഗഹോം പർ അവരവരുടെ സീറ്റില് ആക്കർ ബൈഠ് ജാതേ വന്ന് ഇരിക്കുമായിരുന്നു. ഇവിടെ ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗണിതത്തിന്റെ അധ്യാപകനെ പേടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പീരീഡ് PT പീരീഡിന് ശേഷമാണ്. ഈ PT പീരീഡ് അവസാനിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികളെല്ലാവരും അവരവരുടെ സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാഡ് സാബ് ഇസി പീരീഡ് മേ കാംപി ജാഞ്ച് തേ. സുരേന്ദ്രൻ മാസ്റ്റർ ഈ പീരീഡ് കാംപി ജാഞ്ച് തേ. കാംപി എന്ന നോട്ട്ബുക്ക് നോക്കുമായിരുന്നു. ജരാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक करते थे. അല്പം തെറ്റുണ്ടെങ്കിൽ കൂടി ജരാസി ഗൽത്തി പർ ചെറിയ തെറ്റിലും ബച്ചോं को കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുമായിരുന്നു. അല്ലെങ്കിൽ ജാപ്പട് മാർത്തേ ലഗത്തേ. ജാപ്പട് മാർന ശകാരിച്ചുകൊണ്ട് അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ ഇതറുതർ അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ തോ രുക്ന ഫൂൽ ജാതാദ നിർത്തുവാൻ മറന്നു പോകുമായിരുന്നു. അപ്പോ അത്രയും അടിക്കുന്ന ക്രൂരനായ ഒരു അധ്യാപകനാണ് ആര്? സുരേന്ദ്രൻ മാസ്റ്റർജി. ഏക് ദിൻ ഒരു ദിവസം സുരേന്ദ്രൻ മാസ്റ്റർജി मार्ट साहब ने बेला के बालों में पंजा फांसाയ. ഒരു ദിവസം സുരേന്ദ്രൻ മാസ്റ്റർ ബേലയുടെ മുടിയിലെ പിടിച്ചു. शायद ഒരുപക്ഷെ ജിസ് ഗൽത്തി को पाकर वे उसके बाल पकड़कर फेंकने वाले थे. തെറ്റ് ഉണ്ടായിട്ട് കൂടിയില്ലായിരുന്നിട്ട് കൂടി അദ്ദേഹം എന്താണ് അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. വേ ഗൽത്തി ദി നഹീം തെറ്റൊന്നുമില്ലായിരുന്നു. ഉനോനെ ബേലാക്കോ ചോട് ദിയ അദ്ദേഹം ബേലയെ തട്ടി മാറ്റി. ബേലാക്കെ ഭയഭീത് ചേഹരേക്കോ ദേക്കർ ബേലയുടെ ഭയാനകമായ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് സേ ഡർ ഗയ. സാഹിൽ എന്ത് ചെയ്തു? ബുരി തരഹ് അങ്ങ് പേടിച്ചു പോയി. സാഹില് ബേലയുടെ ഭയഭീതമായ മുഖം കണ്ടിട്ട് സാഹില് പേടിച്ചു പോയി. ഉസ്നെ ദേക്കാക്കി അവൻ കണ്ടു. ബേലാക്കി പാമ്പ് ബേലയുടെ കാല് അബീബി കാമ്പ് രഹേ അപ്പോഴെന്ത് ചെയ്യാണ്? വിറച്ചുകൊണ്ടിരിക്കുന്നു. ജൈസെ ഗഡേ വാ ഗഡേ ഗഡേ അബി ഗിർ ജായേഗി. എപ്രകാരമാണ്? അവള് ഗഡേ നിന്നുകൊണ്ട് അബി ഇപ്പോൾ ഗിർ ജായേഗി ഇപ്പൊ നിലത്ത് വീഴുമെന്ന് ആര് വിചാരിച്ചു? സാഹിൽ വിചാരിച്ചു. സുരേന്ദ്രജി മാഡ് സാബിനെ സുരേന്ദ്രൻ മാസ്റ്റർ കാംബിക്കോ ഉസ്കെ ബൈഠ്നെ കി ജഹ് പർ ഈ നോട്ട്ബുക്ക് അവൾ ഇരിക്കുന്ന ജഹ് പർ സ്ഥലത്തേക്ക് ഫേങ്കത്തെ ഹുയി കഹ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈട്ട് അപ്പനി ജഹ് പർ പോയിരിക്ക് നിന്റെ സീറ്റിൽ എന്ന്. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെ വേദനിച്ചു. മാഡ് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാഡ് സാബ് മാസ്റ്റർക്ക് അല്ലെങ്കിൽ അധ്യാപകന് മുझे എന്നെ അടിക്കാമായിരുന്നു, സാഹിൽ കെ സാമനെ നഹി സാഹിലിന്റെ മുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു. വൽ സാഹിൽ കെ സാമനെ അവൾ സാഹിലിന്റെ മുമ്പിൽ ഗുദ് സ്വയം ശർമിത ലജ്ജിച്ച് മഹസൂസ് കർ രഹി ഥി അവള് സ്വയം സാഹിലിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോയതായിട്ട് മഹസൂസ് അനുഭവപ്പെട്ടു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വായ് ജാൻതി ഥി അവൾക്കറിയാമായിരുന്നു. എന്തെന്നാൽ വായ് സാഹിൽ കി നസർ മേ അവൾ സാഹിലിന്റെ കാഴ്ചയിൽ ബഹുത്ത് അച്ചി ഹേ വളരെ നല്ലവളാണ്. ജബ് വാ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി എപ്പോഴാണോ വാ ഉസ്കെ അവന്റെ അടുത്ത് ആക്കർ വന്നിട്ട് ബൈട്ടി ഇരുന്നത് ഊസെ നസർ നഗീം മിൽപ്പായി അവൾക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. അത്രയും ലജിച്ചു പോയാര് ബേല.
ദീപാവലി കി ചുട്ടിയോ കെ ബാദ്, ദീപാവലി അവധിക്ക്, ചുട്ടിയോ അവധിയാണ്, അവധിക്ക് ശേഷം, ജബ് എപ്പോഴാണോ, സ്കൂള് ഗുലാത്തോ സ്കൂൾ തുറന്നത്, ബേല കെ സിർ പർ ബേലയുടെ തലയില്, സഫേദ് പട്ടി ബാന്തിദി, സഫേദ് പട്ടി എന്ന് പറഞ്ഞാല് ബാൻഡേജ് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു, കെട്ടിയിട്ടുണ്ടായിരുന്നു. കൊയ്യുസെ കുറെ ആളുകൾ അവളെ, ഹോയ് 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 സഫേദ് പട്ടി, ഹോയ് 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 സഫേദ് പട്ടി, അവളെങ്ങനെ കളിയാക്കാണ്, ഹോയ് ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെങ്ങനെ കളിയാക്കുന്നു. തോ കൊയ് മറ്റു ചില ആളുകള്, സുൽത്താന ടാക്കു കൊള്ളക്കാരുടെ തലൈവി, അതായത് കൊള്ളക്കാരുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട്, കൽക്കർ ചിടാരഹാദ, അവളെങ്ങനെ ചിടാന്നെന്താണ്, ദേഷ്യം പിടിപ്പിക്കുന്നു. അവളെ ചില ആളുകള് സുൽത്താന ടാക്കു എന്ന് പറഞ്ഞുകൊണ്ടും ചില ആളുകള് ഹോയ് ഹോയ് സഫേദ് പട്ടി എന്ന് പറഞ്ഞുകൊണ്ടും അവളെങ്ങനെ കളിയാക്കുമായിരുന്നു. ഈ ക്യാ ഹോ ഗയാ ബേല, ഇതെന്ത് പറ്റിയതാണ് ബേല, സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച, സാഹില് പരിഭ്രമത്തോടുകൂടി ചോദിച്ചു. ചത്ത് സേ ഗിർ ഗയി, ചത്ത് എന്ന് പറഞ്ഞ മേൽക്കൂര, മേൽക്കൂരയിൽ നിന്ന് വീണതാണ്. ബേലാനെ ആംസ്തേ ഹുയേ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ പിന്നെ പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗേ, വളരെ ദിവസമായി, ആജ് ഗേൽ ഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലഗണ്ടി ടാങ്ക് ഗേലേങ്കെ, ഇന്ന് ഗേൽ ഗണ്ടി മേ പീട്ടി പിരീഡ്, ഗാന്ധി ചൗക്ക് മേ ഗാന്ധി കവലയിൽ, ലഗണ്ടി ടാങ്ക് ഗേലേങ്കെ, ലഗണ്ടി ടാങ്ക് എന്ന് പറഞ്ഞാല് ഒരു കാല് പൊന്തിച്ചു വെച്ച് നമ്മൾ കൊക്കം തുള്ളുക എന്ന് പറയും. അങ്ങനെ ഈ മുടന്തിക്കൊണ്ട് തുള്ളുന്ന കളിയാണ് ലഗണ്ടി ടാങ്ക്, കളിക്കാമെന്ന് പറഞ്ഞു. ബേല സാഹിലിനോട് പറഞ്ഞു. നഹീം ഗേലെങ്കെ, കളിക്കണ്ട, തേരെ സിർമേ, നിന്റെ തലയില് ഫിർസെ ലഗ് ജായേങ്കെ, ഇന്ന് കളിക്കണ്ട, നിന്റെ തലയിൽ വീണ്ടും എന്ത് ചെയ്യും, മുറിവുണ്ടാവും. നഹീം ലഗേഗി, ഇല്ല. ബേലാനെ ജിദ് കി, ബേല വാശി പിടിച്ചു, ജിദ് വാശി പിടിക്കുക. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेल गंडी लगंडी टांग गेले, നോക്കാം, അവര് അവർ ഹമേശാ കി തരഹി, എല്ലായ്പ്പോഴും പോലെ, സാരി ബച്ചോ കെ സാത്ത്, എല്ലാ കുട്ടികളോടുമൊപ്പം, ഗാന്ധി ചൗക്ക് കി, ഗാന്ധി കവലയിലെ, ബാലുമേ മണലിൽ, ബാലു മണലാണ്, മണലില്, പൂരി ഗേൽ ഗണ്ടി, എല്ലാ കളിപ്പിരീഡും, അല്ലെങ്കിൽ ആ പിരീഡ് മുഴുവൻ, ലഗണ്ടി ടാങ്ക് ഗേലെ, ഇങ്ങനെ കൊക്കം തുള്ളി കളിക്കുമായിരുന്നു. ഇൻ ബച്ചോക്കോ, ഈ കുട്ടികള്, അപ്പനെ ചാരോം ഓർ, തന്റെ ചുറ്റുപാടും, ചാരോം ഓർ ചുറ്റുപാടും, ഗേൽത്തെ ദേക്കർ, കളിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ, ഐസി ദിഖായി പെടുത്തി, അപ്രകാരം കാണപ്പെട്ടു, ജൈസെ എങ്ങനെ, ഔർ സമയസെ കുച്ച് അധിക്, സമയത്തേക്കാൾ കൂടുതൽ, മുസ്കുരാ രഹിഹോ, പുഞ്ചിരിക്കുന്നതായിട്ട്. ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, കുട്ടികൾ ഇങ്ങനെ സൗഹൃദത്തോടുകൂടി കളിക്കുന്നത് കണ്ടപ്പോ ഗാന്ധിജിയുടെ പ്രതിമ പോലും എന്ത് ചെയ്യാണ്, പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ആ ആഹ്ലാദകരമായ കളി കാണുമ്പോൾ അല്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ പോലും എന്താണ്, കൂടുതൽ സമയം പുഞ്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ആനന്ദകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. രവിവാർ കാ ദിൻ, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की टाली पकड़कर झूम रहा था, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹില് അപ്പനെ ഗർമേ, സാഹില് തന്റെ വീട്ടിൽ, നീം കെ പേട്, നീം വേപ്പ് മരത്തിന്റെ ടാലി പക്കടക്കർ, കൊമ്പിൽ പിടിച്ചുകൊണ്ട്, ജൂമ് രഹാദ, ഇങ്ങനെ ആടുകയായിരുന്നു. വ എക് സ്റ്റൂൾ പറ ചടുക്കർ ജൂൽത്താദ, അവനൊരു സ്റ്റൂളിൽ ഇങ്ങനെ കയറി നിന്നുകൊണ്ടാണ് ഊഞ്ഞാലാടുന്നത്. അച്ചാനക്ക്, പെട്ടെന്ന്, ടൂട്ടേ സ്റ്റൂളിക്ക് ഏക്ക് കീല്, പൊട്ടിയ സ്റ്റൂളിന്റെ ഏക്ക് കീല്, ഒരു കീലാണി, സാഹിൽ കി പിണ്ടലീപ്മേ, സാഹിലിന്റെ കാലിന്റെ പുറകിൽ, ലഗ് ഗയി, തറച്ചു.
एक इंच गहरा गटा हो गया, 1 इंच ആഴത്തിലാണ് അവന് മുറിവേറ്റത്. उसे അവനെ सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവനെ സർക്കാരി ആസ്പത്താല് സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് ലേ ജാ ഗയ എന്ത് ചെയ്യാണ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി അവൻ കണ്ടു കി എന്തെന്നാൽ ദോ ലോഗോं के छोड़कर രണ്ടാളുകളെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടാളുകളെ മാറ്റി ആകെ മുമ്പില് ബേല ഗഡിയെ ബേല നിൽക്കുന്നു. അവൻ കാണുകയാണ് രണ്ടാളുകൾക്ക് മുമ്പിലായിട്ട് ആര് നിൽക്കുന്നു? ബേല നിൽക്കുകയാണ്. സിർമെ തലയില് ബേലയുടെ തലയില് പട്ടി ബന്ധുവാനെ ആയി തലയില് ബാൻഡേജ് കെട്ടിയിട്ടാണ് വന്നത്. സ്കൂൾ ആത്തെ ജാത്തെ സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന और कक्षा में ക്ലാസ്സില് कई दिनों तक കുറെ ദിവസങ്ങൾ വരെ दो രണ്ട് ऐसे बच्चे അപ്രകാരമുള്ള കുട്ടികളെ दिखाई देते रहे കാണപ്പെടുന്നു. അപ്പോ സ്കൂളില് വരികയും പോവുകയും ചെയ്യുന്ന ക്ലാസ്സില് കുറെ ദിവസങ്ങൾ വരെ അപ്രകാരമുള്ള 2 കുട്ടികളെ കാണപ്പെട്ടു. എങ്ങനെയാണ്? ജിന്മേ അതില് ഏക് സേ സിർ पर ഒരാളുടെ തലയിൽ പട്ടി ബാന്തി ഹോത്തി ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. അവർ ഏക് പിണ്ടലിമേ ഒരാളുടെ കാലിലുമാണ് ബാൻഡേജ് കെട്ടിയത്. അങ്ങനെയുള്ള 2 കുട്ടികളെ ദിവസങ്ങളോളം സ്കൂളിൽ വരികയും പോവുകയും കാണുമായിരുന്നു. സഫേദ് പട്ടിവാലെ ഈ വെള്ളത്തുണി കെട്ടിയവരായ ഏ ദോനവും കഹീം पर ഈ 2 കുട്ടികളെയും ഈ 2 ആളെയും കഹീം पर എവിടെയും സാത്ത് ഹി ഒരുമിച്ച് ദിഖായി ദേത്തെ കാണപ്പെടുന്നു. 5वीं कक्षा का റിസൾട്ട് ആ ഗയ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. 8वीं में ആ ഗയ 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ സ്കൂൾ 5वीं तक ही था. ഈ വിദ്യാലയം ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. 5ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അത്. സാഹിൽ अब तुम कहां पढ़ोगे बेला ने पूछा. ബേല ചോദിച്ചു സാഹിലിനോട്. സാഹിൽ അപ്പോൾ തും കഹാം പഠോഗെ നിങ്ങൾ എവിടെ പഠിക്കും? और तुम कहां पढ़ोगी ബേല സാഹിലിനെ പൂച്ച. അപ്പോ സാഹില് ബേലയോട് ചോദിച്ചു നിങ്ങൾ എവിടെ പഠിക്കും ബേല എന്ന്. മേര പാപ്പ കഹി രഹേദേ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കി എന്തെന്നാൽ തുജെ നിന്നെ രാജകീയ കന്യാ പാഠശാലാമേ രാജകീയ കന്യാ പാഠശാല ഗേൾസ് സ്കൂളില് പഠായേങ്കെ ഔർ തും നിന്നെ രാജകീയ കന്യാ പാഠശാല ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും. ഔർ തും നിങ്ങളോ? മുജെ എന്നെ സാഹിൽ പറയാണ് എന്നെ അഗലെ സാൽ അടുത്ത വർഷം അജ്മേർ ബേച്ച് ദേങ്കി അജ്മേറിലേക്ക് പറഞ്ഞയക്കും. അപ്പൊ എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് പറഞ്ഞയക്കും. വഹാം എക്ക് ഹാസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഗർസെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് വഹാം അവിടെ അകേല രഹുങ്ക ഒറ്റയ്ക്ക് താമസിക്കും. അപ്പോ സാഹില് ബേലയോട് പറയുകയാണ് എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് പറഞ്ഞയക്കും. അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോം സാഹില് എന്തുകൊണ്ട് സാഹിലെ? ബേല ചോദിച്ചു. പതാ നഹീം ക്യോം അറിയില്ല എന്ന് പറഞ്ഞു. तो यानी कि अब तुम फुलेरा में ही नहीम रहोगे അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഫുലേരയിൽ താമസിക്കില്ല അല്ലേ എന്ന് ചോദിച്ചു. ബേല സാഹിലിനോട് ചോദിച്ചു. നഹീം ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന നിന്റെ റിപ്പോർട്ട് കാർഡ് അതായത് നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബേല സാഹിൽ കാ ബേല സാഹിലിന്റെയും ആജ് ഇന്ന് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ ദേ. ഇന്ന് ആഖിരി ബാരി അവസാനത്തെ പ്രാവശ്യം വേ ഏക് ദൂസരെ അവർ 2 പേരും പരസ്പരം
കൊയ് ചീസ്കോ ഒരു വസ്തുവിനെ ചൂക്കർ സ്പർശിച്ചുകൊണ്ട് ദേക്ക് രഹേതെ നോക്കുകയായിരുന്നു. നേരത്തെ ഈ രണ്ടു കുട്ടികളും വളരെ അടുത്ത് ചേർന്നുകൊണ്ട് ബീർബഹുട്ടിയെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എങ്കിൽ അതുപോലെ തന്നെ ഈ രണ്ടു കുട്ടികളും പരസ്പരം ചേർന്നുകൊണ്ട് അവസാനമായി ഈ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുമാരി ആങ്ക് മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല, നിങ്ങളുടെ കണ്ണിൽ ആംസു കണ്ണുനീര് എന്തുകൊണ്ടാണ് വരുന്നത് ബേല? മുझे ക്യാ പത, എനിക്കറിയില്ല. ബേലാനെ ഗഡ്ബഡായി ആങ്കോം സെ, ബേല പരിഭ്രമത്തോടുകൂടിയുള്ള കണ്ണോടുകൂടി ഹാംസത്തെ ഹുയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹിൽ കി ആങ്കോം ബീർബഹുട്ടി കി തരഹ് ലാൽ ഹോനെ ലഗീതി, സാഹിലിന്റെ കണ്ണ് ബീർബഹുട്ടി കി തരഹ് ബീർബഹുട്ടിയെ പോലെ ലാൽ ഹോനെ ലഗീതി ചുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഉന്മയും അതില് ബാരിഷ് കി ബൂന്തോം സാ പാനി, മഴയുടെ തുള്ളി പോലെയുള്ള ബൂന്ത് തുള്ളി പോലെയുള്ള വെള്ളം ബർ ഗയാദ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേല കഹിനെ ലഗി, ബേല പറയാൻ തുടങ്ങി. മേം ചിടാവും അബുത്തുമേം, ഞാൻ നിന്നെ ചിടാവും ദേഷ്യം പിടിപ്പിക്കും, അബുത്തും ഇപ്പോൾ നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കുമെന്ന് ബേല പറഞ്ഞു. രോനി സൂരത്ത് സാഹിൽ, രോനി സൂരത്ത് സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് ആര് പറഞ്ഞു? ബേല സാഹിലിനോട് പറഞ്ഞു. ബാരിഷോം ആനേമേ ടേഡ് മഹീന ബാക്കീത, മഴ വരാൻ ഇനി ടേഡ് മഹീന 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ യേ ബാരിഷോം സെ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ദാ, എന്നാൽ ഇത് ബാരിഷോം സെ പെഹലെ കി, മഴ വരുന്നതിന്റെ അല്ലെങ്കിൽ മഴയുടെ മുമ്പുള്ള, ബാരിഷ് കി ഏക് ദിൻ ദാ, മഴയുടെ മുമ്പുള്ള ഒരു മഴയുടെ ദിവസമായിരുന്നു. അതായത് മഴ വരാനുള്ള അതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാനമേ ഗഡായേം ഗിരീദി, ആകാശത്തിലെ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു കൂടിയിട്ടുണ്ടായിരുന്നു. ധൂലുബരി തേജ് ഹവായേം ചൽ രഹീദി, ധൂലുബരി, ധൂല് പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്ന തേജ് ഹവായേം ശക്തമായ കാറ്റ് ചൽ രഹീദി അടിക്കുന്നുണ്ട്, ശക്തമായ കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാദ, മഴ പെയ്യാൻ തുടങ്ങുന്നു. ഫുലേരെ കസ്ബേ കി ബാദൽ ചായി ഏക് ഗലിമേ, ഫുലേരെ കസ്ബേ കി, ഫുലേര എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലെ ബാദൽ ചായി, കാർമേഘങ്ങൾ ഇങ്ങനെ വ്യാപിച്ചിട്ടുള്ള ആ പട്ടണത്തിൽ ഏക് ഗലിമേ, ഒരു തെരുവിൽ 5 സെ ചടീമേ ചലി ഗയി, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഏക് ലഡ്കി ജാ രഹി ഹേ, ഒരു പെൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഉസ്കെ ബൂരേ ബാല്, അവളുടെ ബൂരേ ബാല്, തവിട്ട് നിറമുള്ള ബാൽ മുടി, അവളുടെ തവിട്ട് നിറമുള്ള മുടി. ബീർബഹുട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ദേ, അവളുടെ തവിട്ട് നിറമുള്ള മുടി ബീർബഹുട്ടിയുടെ നിറമുള്ള, ബീർബഹുട്ടിയോ കെ രംഗ് കെ ലാല്, ബീർബഹുട്ടിയുടെ നിറമുള്ള, ചുവന്ന നിറമുള്ള റിബൺ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഏക് ഗലീമേ, ഒരു തെരുവിൽ 5വീം സെ 5ാം ക്ലാസ്സിൽ നിന്ന് ചടീമേ ഗയ 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഏക് 11 സാൽ കാ ലഡ്ക, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി ജാരഹാദ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്കി പിണ്ടലീമേ, അവന്റെ പുറങ്കാലിൽ ബീർബഹുട്ടിക്ക് രംഗ് കാസ, ബീർബഹുട്ടിയുടെ നിറത്തെ പോലെയുള്ള, സാധാരണ പോലെയുള്ള, 1 ഇഞ്ച് ലംബ, 1 ഇഞ്ച് നീളമുള്ള ചോട്ട് കാ, മുറിവിന്റെ നിശാനത, അടയാളമുണ്ടായിരുന്നു. നോക്കാം, ഇവിടെ സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന 2 കുട്ടികൾ 2 വഴിയിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച 2 കുട്ടികൾ 2 വഴിയിലൂടെ പിരിഞ്ഞു പോകുന്നു. ഒന്നാമത്തെ കുട്ടിയെ
ഈ പെൺകുട്ടിയെ ബീർ ബഹൂട്ടിയുടെ ചുവപ്പിനെ അവളുടെ തലയിൽ കെട്ടിയിരിക്കുന്ന റിബൺ പോലെ വർണ്ണിച്ചിരിക്കുന്നു. രണ്ടാമത് പോകുന്ന ആൺകുട്ടിയെ അവന്റെ കാലിൽ ഉള്ള മുറിവിനെ ബീർ ബഹൂട്ടിയുടെ നിറത്തോടുകൂടി വർണ്ണിച്ച് ഈ രണ്ടു കുട്ടികളും രണ്ട് വഴിയിലൂടെ പിരിഞ്ഞു പോകുന്ന സൗഹൃദത്തിന്റെ കഥയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഈ കഥയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരാനുള്ളത് സാഹിലിന്റെയും ബേലയുടെയും ഡയറി, സാഹിലും ബേലയും എഴുതുന്ന കത്ത്, പിന്നെ പട്കഥ ഒന്നാമത്തെ ഭാഗം, ഇനി അവസാനത്തെ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്ന ഭാഗം ഉള്ള പട്കഥ, വാർത്താലാബ്, രണ്ടു കുട്ടികളുടെയും വാർത്താലാബ്, തുടക്കം ഈ രണ്ടു കുട്ടികളും ബീർബൂട്ടിയെ കണ്ടുമുട്ടുന്ന ഭാഗത്തുള്ള വാർത്താലാബ്, മറ്റൊന്ന് ഇവർ കടയിൽ പേനയിൽ മഷി നിറയ്ക്കാൻ പോകുന്ന ഭാഗത്തുള്ള വാർത്താലാബ്, മൂന്നാമത് ഈ കുട്ടികളുടെ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ വാർത്താലാബ്. അങ്ങനെയുള്ള വാർത്താലാബ്, പട്കഥ, ഡയറി, കത്ത്, പത്ര, ഇത്രയും ചോദ്യങ്ങളാണ് ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത്. ഈ പാഠപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ബീർ ബഹൂട്ടി. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ നന്നായി ഈ പാഠഭാഗം വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുക, എഴുതി തയ്യാറാക്കി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി പഠിക്കാൻ വേണ്ടി എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.